ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ മാർക്കറ്റിൻ്റെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം ഈ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പുതുവർഷത്തിലെ കംപ്ലീറ്റ് ഒരു ട്രേഡിംഗ് വീക്ക് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ വിശദമായിട്ടുള്ള മാർക്കറ്റ് അനാലിസിസുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചാനൽ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. ഭാരതീയ വിദ്യാഭവൻ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ കുവൈറ്റ് അവരുടെ കുട്ടികളുടെ കലാപരിപാടികളും പ്രകടനങ്ങളും അതുപോലെ തന്നെ പല നൈസർഗികമായിട്ടുള്ള വാസനകളും നിങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ടാവും. ആ കുട്ടികളുമായിട്ട് ചാനൽ പങ്കുവെക്കുക, അവരെ കാണാൻ പ്രേരിപ്പിക്കുക. അതിൽ ഒരുപാട് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചാനൽ കാണാൻ മറക്കരുത്. ഇത് ഞാൻ ആദ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. അത് നിങ്ങൾ അതുപോലെ തന്നെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആ ചാനലിൽ വരുന്ന ദിവസങ്ങളിലും വിദ്യാഭ്യാസപരമായിട്ടും കൗൺസിലിംഗ് പരമായിട്ടുള്ള പല കാര്യങ്ങളും, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പല കലാപരിപാടികളും നിങ്ങൾക്ക് ആ ചാനലിൽ കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ആ ചാനൽ നിങ്ങളുടെ കുട്ടികൾക്കും ഒരു അസറ്റ് തന്നെയായിരിക്കും, ഒരു സംശയമില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിലും ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ചാനൽ കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാർക്കറ്റ് അനാലിസിസ് വളരെ വിശദമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം പുതിയൊരാഴ്ച മാർക്കറ്റ് അറ്റ് റെക്കോർഡ് ഹൈ, സെൻസെക്സും നിഫ്റ്റിയും അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ വന്നിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 5 ട്രേഡിംഗ് സെഷനിൽ പുതിയ ഉയരങ്ങൾ താണ്ടി നിഫ്റ്റിയും സെൻസെക്സും വീണ്ടും ഒരു റെക്കോർഡ് ഹൈ. ഇന്ന് 14,100 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. വളരെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 14,132 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 114 പോയിൻ്റ് ഉയരം. സെൻസെക്സിൽ 48,176 പോയിൻറ്റ്, 307 പോയിൻ്റ് അപ്സൈഡ്. നിഫ്റ്റി ബാങ്കിൽ ഏകദേശം 13 പോയിൻ്റ് ഡൗൺ സൈഡോടുകൂടി 31,212 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈയിങ് തന്നെയാണ് നമ്മൾ കണ്ടത്. ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈയിങ് ആണ് നമ്മൾ കാണുന്നത്. FIIs വീണ്ടും കണ്ടിന്യൂസ് ആയി ബൈയിങ് സൈഡിൽ. വെള്ളിയാഴ്ച നമുക്ക് കണ്ടിരുന്നു 500 കോടിന് അടുപ്പിച്ചായിരുന്നു ബൈയിങ് ഉണ്ടായിരുന്നത്. ഇന്ന് വീണ്ടും അവരുടെ ഫുൾ ഫോമിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. 1,843 കോടി രൂപയുടെ ബൈയിങ് ആണ് FIIs മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. DIS ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 715 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പൊസിഷൻസ് ഇനി 14,000 തന്നെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്ന സപ്പോർട്ട്. 13,930 മുതൽ 14,000 വരെയുള്ള റേഞ്ച്, 13,930 മുതൽ 14,000 വരെയുള്ള റേഞ്ച് തന്നെയാണ് നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് വർത്തിക്കുന്നത്. അതുപോലെ തന്നെ 14,200, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 14,100 മുകളിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന്. സംഭവിച്ചു. 14,100 മുകളിൽ ഓൺ ചെയ്തു. അതുപോലെ തന്നെ 14,000 മുകളിലേക്ക് 200 മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. 14,200 മുകളിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീണ്ടും നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈ തന്നെ കിട്ടും. ഇന്ന് 14,147 നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ. അപ്പോൾ നമുക്കൊരു ഷോർട്ട് കവറിംഗ് റാലി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. വീണ്ടും ഒരു വെയിറ്റിംഗ് ആണ്. 14,200 മുകളിലായിരിക്കും നിഫ്റ്റിയുടെ ഫേസ് മാറി വീണ്ടും ഒരു റാലിക്കുള്ള ചാൻസ് നമ്മൾ കാണുന്നത്. അപ്പോൾ 14,200 മുകളിലേക്കുള്ള ഫസ്റ്റ് ഹഡിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ 14,000, 13,920 മുതൽ 14,000 വരെയുള്ള റേഞ്ചാണ് നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് വർദ്ധിക്കാൻ. കാരണം മാർക്കറ്റ് കയറി പോകുന്നതിന് കണക്കായിട്ട് ബേസ് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ് ഡെറിവേറ്റീവ് ഡാറ്റ. അപ്പോൾ നമുക്ക് ഇനി ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കറക്ഷൻ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം കറക്ഷൻസ് വരാവുന്ന മേജർ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം വാക്സിനേഷന് ഇന്ത്യയിൽ അപ്രൂവൽ കിട്ടി. 2 വാക്സിൻ അപ്രൂവൽ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, ഇനിയിപ്പം ഇന്ന് കണ്ട റാലി തന്നെ നമുക്ക് നോക്കാം. IT സ്റ്റോക്കുകളാണ് മുന്നിട്ട് നിന്നത്. പ്രത്യേകിച്ചും IT സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ട് വരാൻ പോകുന്നു. ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായിട്ട് റിസൾട്ടുകൾ നമുക്ക് വരാനുണ്ട്. TCS ജനുവരി 8 വരുന്നു. ഇൻഫോസിസിൻ്റെ റിസൾട്ട് 13 ജനുവരി. അതുപോലെ തന്നെ വിപ്രോ 13 ജനുവരി. HCL ടെക് 15 ജനുവരി. ഇങ്ങനെ റിസൾട്ടുകൾ നമ്മളെ കാത്തിരിക്കുന്നു. HCL ടെക്കിൽ IT സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള അനുമാനമുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്, അത് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ അതിൻ്റെ ചുവട് മാത്രമല്ല മെറ്റൽ സ്റ്റോക്കുകൾ ഇന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു വീണ്ടും മാർക്കറ്റിനെ. പ്രൈവറ്റ് ബാങ്കുകൾ കുറച്ച് രീതിയിൽ തളർന്നു കിടന്നെങ്കിലും നേരെ മറിച്ച് സർക്കാർ ബാങ്കുകൾ PSU ബാങ്കുകൾ നല്ല രീതിയിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു.
അങ്ങനെയാണ് മൊത്തത്തിൽ മാർക്കറ്റിൽ നിന്നൊരു റാലി കണ്ടിന്യൂസ് ആയിട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും 14,200 മുകളിൽ ഒരു റാലി, അതായത് അതിൻ്റെ ഫേസ് മാറി നമ്മൾ 14,400 500 പോകുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നാളത്തെ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ 14,200 തന്നെയാണ് നമുക്കൊരു ഹഡിലായിട്ട് പറയാനുള്ളത്. US മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം സന്തോഷമുള്ള ഒരു കാര്യമല്ല. ഡോ ജോൺസ് ഏകദേശം 414 പോയിൻറ്റ് മൈനസാണ്. നാസ്ഡാക്ക് ഏകദേശം 88 പോയിൻറ്റും S&P 500 40 പോയിൻറ്റും മൈനസോട് കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത്. അത് നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. ഇന്ന് എങ്ങനെയാണ് US ട്രേഡിംഗ് അവസാനിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലണ്ടൻ മാർക്കറ്റ് 118 പോയിൻറ്റോട് കൂടിയും പാരീസ് മാർക്കറ്റ് 39 പോയിൻറ്റോട് കൂടിയും അതുപോലെ തന്നെ ജർമ്മൻ മാർക്കറ്റ് 17 പോയിൻറ്റോട് കൂടിയും അപ്സൈഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്നു. ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന US മാർക്കറ്റ് മൈനസിൽ പോകുന്നു എന്നുള്ളതാണ്. ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ നാളത്തെ ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ പോസിറ്റീവ് ക്യൂസ് വരാൻ സാധ്യത. അതനുസരിച്ച് ഡോയിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യും. അതനുസരിച്ച് അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ നിഫ്റ്റിയിലും വരാം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ നല്ല സമയമാണ് പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയത്താണ്. അവരുടെ സ്റ്റോക്കുകളൊക്കെ ഹൈയിൽ നിൽക്കുന്നു. നല്ല രീതിയിലുള്ള പോസിറ്റീവ് മൊമെൻറ്റം നിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ് വീണ്ടും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം കേൾക്കുന്ന വാർത്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ BEML ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു. ഗവൺമെൻറ്റിന് ഇപ്പോൾ 54% ഓഹരികളാണ് ഈ കമ്പനിയിലുള്ളത്. ഇത് 26% സെല് ചെയ്യാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇത് 1 മാർച്ചോടുകൂടി ഇതിൻ്റെ മിഡും കാര്യങ്ങളൊക്കെ പൂർത്തിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതുപോലെ തന്നെ RCFിലും 10% സ്റ്റേക്ക് സെയിൽ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു. OFS വഴിയായിരിക്കാം ഈ ഓഹരി വിൽപ്പന മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വന്നതിൽ നിന്നും നമുക്ക് മനസ്സിലായതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സ് നല്ല രീതിയിൽ ഉള്ള പെർഫോമൻസ് വന്നു. TVS എക്സ്പെക്റ്റേഷനെയും കാട്ടി കുറച്ചുകൂടി ബിലോ ആണെങ്കിലും മോശമില്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് 18% നമ്മുടെ TVSൻ്റെ വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ ഈ അടുത്ത RTR അപ്പാച്ചെ ലോഞ്ച് ചെയ്തതായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിനും മോശമില്ലാത്ത ഒരു മാസം തന്നെയാണ് ഓട്ടോ സെയിൽസ് ഫിഗേഴ്സിന് നമുക്ക് നൽകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ NMDC കോൾ ഇന്ത്യ ഇവരുടെ കോൾ പ്രൊഡക്ഷൻ, ഇവരുടെ അയൺ ഓർ പ്രൊഡക്ഷൻ്റെ ഡാറ്റ പുറത്തുവിട്ട് വിട്ടിട്ടുണ്ട്. NMDCയുടെ ഡാറ്റ പോസിറ്റീവാണ്. ഏകദേശം 2.3%, 23% അപ്സൈഡാണ് പ്രൊഡക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 3.6 മെട്രിക് ടണ്ണാണ് ഈ ഒരു ക്വാർട്ടറിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അത്രമാത്രം പോസിറ്റീവായിട്ടൊരു വാർത്തയല്ല, എങ്കിലും 2.1% കുറവാണ് കോൾ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത്. 0.5% പ്രൊഡക്ഷനിലും കുറവ് വന്നിട്ടുണ്ട്. അത് ചെറിയ രീതിയിലുള്ള ഒരു മൈനസായിട്ടാണ് കോൾ ഇന്ത്യയിൽ കാണുന്നത്. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, അതുപോലെ തന്നെ കരൂർ വൈശ്യ ബാങ്ക് എന്നീ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് റേറ്റുകളും കാസ റേഷ്യോസിൻ്റെയും പുതിയ വിവരം പുറത്തേക്ക് വന്നു. ഗോൾഡ് ലോണിൽ റെക്കോർഡ് ഹൈ ആണ് ഈ പറയുന്ന ബാങ്കുകൾ കാണിച്ചിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റിൻ്റെ ശതമാനം 11% ഡെപ്പോസിറ്റ് വർധനവുണ്ടായിരിക്കുന്നു. കാരണം ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന എമൗണ്ടിൽ പണത്തിൻ്റെ വർധനവ് 11% ഡെപ്പോസിറ്റ് കൂടിയിരിക്കുന്നത്. നേരെ മറിച്ച് ലോണുകൾ 6% ഉയർച്ചയും കാണിക്കുന്നു. ലോൺ കൊടുക്കുന്നതിൽ 6% വളർച്ച കാണിക്കുന്നുണ്ട്. കാസ റേഷ്യോ, അതായത് കറണ്ട് അക്കൗണ്ട് ടു സേവിങ്സ് അക്കൗണ്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 31.4 നിന്ന് ഉയർന്ന് 35% ഉയർന്നിരിക്കുന്നു. ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി റേഷ്യോയും 250% 190% ഉണ്ടായിരുന്നത് 250% കൂടിയിരിക്കുന്നു. ബാങ്കിനെ സംബന്ധിച്ചിട്ട് കൂടുതലായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഗോൾഡ് ലോണിലും നല്ല രീതിയിലുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഫെഡറൽ ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. ഇനി കാത്തലിക് സിറിയൻ ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെയും 17% അപ്സൈഡാണ് ലോണിൽ കാണിച്ചിരിക്കുന്നത്. കാസ റേഷ്യോ, അതായത് നമ്മുടെ കറണ്ട് സേവിങ്സ് അക്കൗണ്ട് ടു കറണ്ട് അക്കൗണ്ട് റേഷ്യോ 24%. ഡെപ്പോസിറ്റ് കൂടിയിട്ടുണ്ട്. ഗോൾഡ് ലോണിലാണ് വൻ വർധനവ് കാണിച്ചത്. 60% ഇയർ ഓൺ ഇയർ ബേസിൽ കഴിഞ്ഞ വർഷത്തെ ആലോചിച്ച് നോക്കുമ്പോൾ 60% ഉയർച്ചയാണ് ഗോൾഡ് ലോണിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഉയരുന്നതൊക്കെ ഈ ഒരു സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിൽ വെച്ചിരിക്കുന്ന ഗോൾഡിൻ്റെ പൈസയും കൂടി ഉയരുന്നു. ഈവൻ ആ ലോണുകൾ ഡീഫോൾട്ടായി പോയാൽ പോലും ബാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് ഗോൾഡുകൾ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. കാത്തലിക് സിറിയൻ ബാങ്കിൽ CSPയിൽ നല്ല രീതിയിലൊരു അപ്സൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കനേഡിയൻ ഫണ്ടുകളും മ്യൂച്വൽ ഫണ്ടുകളും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് CSB എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ കരൂർ വൈശ്യ ബാങ്കിലും 5% ഡെപ്പോസിറ്റ് റേറ്റിൽ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് 62,232 കോടിയിൽ നിന്നും 62,090 കോടിയായിട്ട് ഉയർന്നിരിക്കുന്നു. ചെറിയൊരു അപ്സൈഡ് മാത്രമാണ് കരൂർ വൈശ്യയിൽ കാണുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ EID പാരിയെ സംബന്ധിച്ചിട്ട് അവർ തമിഴ്നാട്ടിലുള്ള അവരുടെ ഷുഗർ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഷുഗർ ഫാക്ടറികൾ കംപ്ലീറ്റ് ആയിട്ട് ബന്ദ് ചെയ്യാൻ പോവുകയാണ്. കാരണം അവിടെ ആവശ്യത്തിന് അവർക്ക് കരിമ്പുകൾ പ്രോസസ്സ് ചെയ്യാനുള്ള കരിമ്പുകൾ അവർക്ക് അവിടെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലുള്ള കംപ്ലീറ്റ് ഷുഗർ പ്ലാന്റുകൾ അവർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിൽപെസ്റ്റ് നമ്മുടെ KOV ഗ്രൂപ്പിൽ വളരെ ആദിത്യ സാറൊക്കെ പണ്ടേ പറയുന്ന ഒരു സ്റ്റോക്കാണ് കിൽപെസ്റ്റ്. 7.8 ലക്ഷം RT-PCR കിറ്റുകളാണ് അവർ വിറ്റിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ 9.5 ലക്ഷം കോടി രൂപയുടെ സെയിൽസും ഇതുവഴി അവർ കൈവരിച്ചതായിട്ട് പറയുന്നു. അത് ഏകദേശം കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ ടുബാക്കോ, ഇത് ITCയെയും അതുപോലെ തന്നെ ഗോഡ്രെ ഫിലിപ്സ് ഇങ്ങനെയുള്ള ടുബാക്കോ കമ്പനി, പുകയില കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ട് വന്നേക്കാവുന്ന, ഇനി ദിവസങ്ങൾ കൊണ്ട് വന്നേക്കാവുന്ന ചില ന്യൂസുകളാണ്. അതായത് പുകയില വിൽപ്പന 18 നിന്നും 21 വയസ്സിലേക്ക് ചുരുക്കുന്നു. അതായത് ഇനി 21 വയസ്സുള്ളവർക്ക് മാത്രമേ പുകയില കൺസംഷൻ നിയമപരമായിട്ട് അനുവദിക്കുള്ളൂ എന്നുള്ളത് ഇത് ഈ പറയുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ടുബാക്കോ കമ്പനികളുടെ സെയിൽസിനെ ബാധിച്ചേക്കാം. ഇതൊരു ഡ്രാഫ്റ്റ് ബില്ലാണ്. ഇത് ഒരിക്കലും നിയമപരമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. അപ്പം ഇത് നിയമമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടുബാക്കോ കമ്പനികൾക്കുള്ള ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് ഇത് ഭവിച്ചേക്കാം. അതുപോലെ തന്നെ അദാനി ഗ്യാസിൻ്റെ പേര് ഈ ജനുവരി 1 മുതൽ മാറിയിരിക്കുന്നു. അദാനി ടോട്ടൽ ഗ്യാസ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് സെക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. കൂടുതൽ ഗവൺമെൻറ് കമ്പനികൾ ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടി ഗ്യാസ് ഒരു പർട്ടിക്കുലർ പവറായിട്ട്, സോഴ്സ് ഓഫ് പവറായിട്ട് ഉപയോഗിച്ചേക്കാം എന്നുള്ള വാർത്ത വന്നിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗെയിൽ, അത് പറയുന്ന ഓയിൽ ഇന്ത്യ പോലുള്ള, അതുപോലെ തന്നെ ഗെയിൽ പോലുള്ള കമ്പനികൾ, ONGC പോലുള്ള കമ്പനികൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിൽ ഡൽഹിയിലുള്ള ചില കമ്പനികളോട് ജനുവരി അവസാനത്തോടു കൂടി തന്നെ എല്ലാം ഗ്യാസിലേക്ക് മാറണമെന്നുള്ള, അതായത് മറ്റുള്ള കൽക്കരി, കോൾ ഇതുപോലുള്ള സാധനങ്ങൾ കത്തിച്ചുകൊണ്ടുള്ള അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാക്കാവുന്ന വാതകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് പവർ സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ മൂവാണ്. ഗവൺമെൻറ് കമ്പനികളൊക്കെ തന്നെ ഗ്യാസ് ആയിരിക്കും പ്രത്യേകം വാതകമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് ഗ്യാസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ 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 പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, അതായത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് വരാൻ പോകുന്നത് ONGC പോലുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഗെയിൽ പോലുള്ള കമ്പനികൾ, IGL, MGL ഇങ്ങനെയുള്ള കമ്പനികളാണ്. നമ്മുടെ ഈ ഒരു റിസർച്ച് നമ്മൾ 2 ആഴ്ച മുമ്പ് തന്നെ പുറത്തുവിട്ടതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി ഓട്ടോ സെയിൽസിൻ്റെ കുറച്ചുകൂടി ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഫിഗേഴ്സിൽ ഹീറോ മോട്ടോഴ്സിൻ്റെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 4,47,325 വാഹനങ്ങളാണ് അവർ ഡിസംബറിൽ വിറ്റിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ 4,24,485, അതായത് വെറും 5.3% അപ്സൈഡാണ് കാണിച്ചിരിക്കുന്നത്. ഇനി മന്ത് ഓൺ മന്ത് നവംബറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 24% കുറവാണ് ഹീറോ മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ കാണിച്ചിരിക്കുന്നത്. മന്ത് ഓൺ മന്തിൽ കുറവാണ്, പക്ഷേ ഇയർ ഓൺ ഇയർ ബേസിൽ 5.3% ഉയർച്ച ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം, കഴിഞ്ഞ വർഷം 50,416 റോയൽ എൻഫീൽഡ് ബൈക്കുകൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ 68,995 റോയൽ എൻഫീൽഡ് ബൈക്കുകൾ അവർ വിറ്റിരിക്കുന്നു. അതായത് 37% വർധനവാണ് ഇയർ ഓൺ ഇയർ വേസിൽ കാണിക്കുന്നത്. പക്ഷേ മന്ത് ഓൺ മന്ത് വേസിൽ കാണിക്കുകയാണെങ്കിൽ അവിടെയും 8.2% ഉയർച്ചയാണ് ഐഷർ മോട്ടോഴ്സിൽ കാണുന്നത്. 68,995 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 63,782 റോയൽ എൻഫീൽഡ് ബൈക്കുകളാണ് വിറ്റിരിക്കുന്നത്. അതായത് ഇയർ ഓൺ ഇയർ ബേസിൽ നോക്കിക്കഴിഞ്ഞാലും മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കിക്കഴിഞ്ഞാലും ഐഷർ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഫിഗേഴ്സ് കൂടുതലായിട്ടാണ് കാണുന്നത്. TVS മോട്ടോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവർ 2,31,571 വാഹനങ്ങൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ 2,72,084 വാഹനങ്ങൾ, അതായത് 17.5% ഉയർച്ച കാണിക്കുന്നു. അതുപോലെ തന്നെ ടോട്ടൽ കൊമേഴ്ഷ്യൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 17% കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ അപ്പ് കാണുന്നു, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ 17.5% ഉയർച്ച കാണുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് ബൾക്ക് ഡീലുകളും അതുപോലെ തന്നെ പ്രൊമോട്ടർ ബൈ ആൻഡ് സെല്ല് കാണുന്നുണ്ട്. അതിലൊന്നാമത് കാണുന്നത് ആൻ്റണി വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പുതിയ ലിസ്റ്റ് ചെയ്യപ്പെട്ട IPOയിലാണ്. എഡിൽവൈസിൻ്റെ ഒരു ഫണ്ട് 2.5 ലക്ഷം ഷെയറുകളാണ് 439 രൂപ 70 പൈസ നിലവാരത്തിൽ സെല്ല് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. എറോഫാർമയുടെ പ്രൊമോട്ടേഴ്സ് 31 ഡിസംബറിന് 2.5 ലക്ഷം ഷെയറുകൾ വിറ്റതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ
വെസ്റ്റ് കോസ്റ്റ് പേപ്പേഴ്സിൻ്റെ പ്രൊമോട്ടേഴ്സ് 30-31 ഡിസംബർ തീയതികളിൽ 38,000 സ്റ്റോക്കുകൾ വാങ്ങിയതായിട്ടാണ് നമുക്ക് കാണുന്നത്. ആസ്ട്ര മൈക്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറുകൾ 31 ഡിസംബറിന് പ്രൊമോട്ടേഴ്സ് 70,000 ഷെയറുകൾ വിറ്റതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ വർദ്ധമാൻ ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഡിസംബർ 31-ന് 38,000 സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ വാങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡി-മാർട്ടിൻ്റെ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യ മാർട്ടിനെ സംബന്ധിച്ചിട്ട് പ്രൊമോട്ടറായിട്ടുള്ള സ്മൃതി അഗർവാൾ 10,700 ഷെയറുകൾ വിറ്റതായിട്ട് ബൾക്ക് ഡീൽ ഡാറ്റയിൽ നിന്നും കാണാവുന്നതാണ്. ഇനി നമുക്ക് ഫോറിൻ ബ്രോക്കറേജ് ഇൻഡെക്സിൻ്റെ റിപ്പോർട്ടേഴ്സ് എന്താണെന്ന് നോക്കാം. അതിൽ സിറ്റി ഫിനാൻഷ്യൽസിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതൊരു ജുബിലൻറ്റ് ഫുഡിനെ സംബന്ധിച്ചാണ്. ജുബിലൻറ്റ് ഫുഡിന് 2,550 അവർ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. CLSAയും അതുപോലെ തന്നെ ജുബിലൻറ്റ് ഫുഡിൻ്റെ വിധത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. രണ്ട് റിപ്പോർട്ടുകളും പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ സെക്ടറിലുള്ള M&Mൻ്റെ പുറത്ത് ജെഫ്രിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. 460, ഓർമ്മിക്കണം, 460 ജെഫ്രിയുടെ ടാർഗറ്റ് M&Mൽ കാണിച്ചിരിക്കുന്നത്. M&Mനെ അണ്ടർ പെർഫോം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് താഴോട്ട് വരും എന്നുള്ള രീതിയിലാണ് ജെഫ്രി പറഞ്ഞിരിക്കുന്നത്. 460 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ജെഫ്രി കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. അതുപോലെ തന്നെ മെറ്റൽ സ്പേസിൽ ജെഫ്രിയുടെ 2 റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ടാറ്റ സ്റ്റീൽ, 850 രൂപയാണ് ടാറ്റ സ്റ്റീലിന് ജെഫ്രി കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. അതുപോലെ തന്നെ ഹിൻഡാൽക്കോയിൽ 310 രൂപയാണ് ജെഫ്രി ഹിൻഡാൽക്കോയിന് കൊടുത്ത ടാർഗറ്റ്. മെറ്റൽ സെക്ടറിൽ ജെഫ്രി വളരെ പോസിറ്റീവാണ് എന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് ടാറ്റ സ്റ്റീൽ രാവിലെ തന്നെ ഒരു 700 സംതിങ് ഞാൻ ഒന്ന് ബൈ പറഞ്ഞിരുന്നു. അതിനുശേഷം 25 രൂപയോളം കാരണം രാവിലെ തന്നെ സ്റ്റീൽ പ്രൈസ് അപ്പാവുന്നതിൻ്റെ ഒരു സൂചന മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റീൽ പ്രൈസ് കൂടുമ്പോൾ സമയത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആ സമയത്ത് ഇൻഡസ്ട്രിയൽ സ്റ്റീൽസിനെ ടാറ്റ സ്റ്റീൽ തന്നെയാണ്. അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടി എന്നുള്ളത് തന്നെയാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ JSW സ്റ്റീൽ, കോൾ ഇന്ത്യ എന്നീ കമ്പനികൾക്കും ജെഫ്രി ടാർഗറ്റ് വെച്ചിരിക്കുന്നു. JSW സ്റ്റീലിന് 450 രൂപയും അതുപോലെ തന്നെ കോൾ ഇന്ത്യക്ക് 130 രൂപയുമായിട്ടാണ് ഹോൾഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ജെഫ്രി കോൾ ഇന്ത്യയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയുമാണ് ഫോറിൻ ബ്രോക്കറേജസിൻ്റെ റിപ്പോർട്ടുകൾ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത IDയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. IDയിൽ ഒരു US ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് US ബേസ്ഡ് ആയിട്ടുള്ള 2 ഫണ്ടുകളുടെ 2 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ ഒരു കൺസോഷ്യമാണ് IDയിൽ നിക്ഷേപിക്കാൻ വരുന്നത് എന്നുള്ളതാണ്. 15,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് IDയെ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അവസാന നിമിഷ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ തന്നെ ടാക്സ് ഇംപ്ലിക്കേഷൻസും മറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നതെന്നുമാണ്. ഇത് എല്ലാം ശരിയാവുകയാണെങ്കിൽ ജനുവരി പകുതിയോടുകൂടി തന്നെ ഈ ഒരു ഡീൽ ഐഡിയ അനൗൺസ് ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം വളരെ ഒരു വലിയ ഫണ്ട് ആവശ്യമുള്ള സമയത്താണ് ഐഡിയ നിൽക്കുന്നത്. ആ സമയത്താണ് ഈ ഒരു രീതിയിലുള്ള ഇക്വിറ്റി ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ ഫണ്ട് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ പ്രൊമോട്ടേഴ്സ് വരുന്നത്. പിംകോ അതായത് US പ്രൈവറ്റ് ഇക്വിറ്റി ഫേമായിട്ടുള്ള ഗോൾഡൻ ആസ്ട്ര അസറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പസഫിക് ഓഷ്യൻ മാനേജ്മെൻറ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമാണ്. അത് മാത്രമല്ല ഓക്ക് ഹിൽ അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം കൂടി ഇതിൽ ഉൾപ്പെടുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഓർമ്മിക്കുക, ഇത് ഇപ്പോൾ കമ്പനി ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഇത് മാർക്കറ്റ് റൂമേഴ്സുമായിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏത് രീതിയിലാണിത് കമ്പനിയെ സ്വാധീനിക്കാൻ പോകുന്നത്, ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രതീക്ഷയോട് തന്നെ മാർക്കറ്റ് കാത്തിരിക്കുന്ന ഒരു വിവരമാണ്. കാരണം വെള്ളിയാഴ്ച മുതൽ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ആ സ്റ്റോക്കിൽ കണ്ടതാണ്. അവസാന നിമിഷം ആ ഒരു സ്റ്റോക്കിനോടുള്ള 11 രൂപ അടുപ്പിച്ചു വരുന്ന സമയത്ത് ആ സ്റ്റോക്കിൽ ബിൽഡ് ചെയ്യുന്ന ഒരു മൊമെൻറ്റം കണ്ടുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഞാനൊരു ബൈ ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതും നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അറിയാവുന്നതാണ്. അത് നമുക്കറിയാം. ഇനി നമ്മുടെ Q3 റിസൾട്ടിൻ്റെ കാലം തുടങ്ങുകയാണ്. IT കമ്പനിയായിട്ടുള്ള TCS തന്നെയാണ് ജനുവരി 8 ആ സീസൺ തുടങ്ങി വെക്കുന്നത്. നല്ല ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. TCSൻ്റെ മാത്രമല്ല TCS, HCL Tech, ഇൻഫോസിസ്, വിപ്രോ ഈ 4 IT കമ്പനികളും നല്ല റിസൾട്ട് കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ അനലിസ്റ്റുകൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ ഒരു ക്വാർട്ടറിലാണ് ജർമ്മൻ കമ്പനിയായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഇൻഫോസിസും വിപ്രോയും ഒക്കെ സൈൻ ചെയ്തത്. മാത്രമല്ല ഈ വലിയ IT കമ്പനികളുടെ IT ക്ലയൻസുകളൊക്കെ തന്നെ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കണ്ടു കഴിഞ്ഞു. അത് വളരെ നല്ല രീതിയിൽ സ്പീഡി പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇനി വരുന്ന ക്വാർട്ടറുകളിലും ഇവരുടെ ഗൈഡൻസ് കൂടി പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഫ്രണ്ട് ലൈൻ IT കമ്പനികളിലൊക്കെ തന്നെ
നല്ല രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ക്ലയൻറ്റ് എഡിഷനിൽ നടക്കുന്നു. പുതിയ പുതിയ കോൺട്രാക്റ്റുകളിലേക്ക് ഇവർ വരുന്നു, പുതിയ ലോകമടക്കമുള്ള കോൺട്രാക്റ്റുകളിലേക്ക് ഇവർ ഏർപ്പെടുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്നത് വരുന്ന ക്വാർട്ടറുകളിൽ ഇവർക്ക് വരാൻ പോകുന്ന കോൺട്രാക്റ്റുകളുടെ നമ്പർ കൂടാനും അതുപോലെ തന്നെ US പുതിയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് വരുന്നു. അതും ഈ കമ്പനികളെ വളരെയേറെ സ്വാധീനിക്കും. കാരണം ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിട്ട് US തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊറോണയുടെ ഈ ഒരു അനിശ്ചിതാവസ്ഥ പതുക്കെ ലോകത്തിൽ നിന്നും മാറുന്നതും IT കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ IT കമ്പനികളുടെ റിസൾട്ട് എന്തുകൊണ്ടും ഈ ഒരു ക്വാർട്ടറിൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ കമ്പനികളുടെ റിസൾട്ടിനെ Q3 റിസൾട്ടിനെ മൊത്തമായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ റിപ്പോർട്ട് തന്നെ പറയുന്നത് ഇത് ഈ ഒരു രീതിയിലുള്ള നല്ല ഒരു ക്വാർട്ടർ ഔട്ട്ലുക്ക് ആയിരിക്കും ഇന്ത്യൻ കമ്പനികൾ പറയുക. കാരണം RBIയുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് വന്നതാണ് കഴിഞ്ഞ ആഴ്ച. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഞാൻ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ CLSA ഒരു റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് റീറ്റെയിൽ ക്രെഡിറ്റ് ഗ്രോത്ത് ഇന്ത്യയിൽ 8 മുതൽ 9.5% വരെ ഉയരും എന്നുള്ളതാണ്. അതുമാത്രമല്ല ഇത് നല്ല രീതിയിൽ ഇന്ത്യൻ ബാങ്കുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് CLSA തന്നെ വിലയിരുത്തുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമൻ്റാണ് നമ്മൾ കാണേണ്ടത്. മറ്റൊരു കാര്യം പേപ്പർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പേപ്പർ ഇൻഡസ്ട്രി വളരെയേറെ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം വളരെയേറെ പിനലൈസ് ചെയ്യപ്പെട്ടിരുന്നൊരു ഇൻഡസ്ട്രിയാണ്. കാരണം ഓഫീസുകൾ വർക്ക് ചെയ്യുന്നില്ല, പേപ്പറിൻ്റെ ഡിമാൻഡ് വളരെ നന്നായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ടിഷ്യൂ പേപ്പേഴ്സിൻ്റെ കൺസംഷൻ മാത്രമാണ് ഇവർക്കുണ്ടായിരുന്ന ഒരു മെയിൻ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ മാറിയിരിക്കുന്നു. സംസ്ഥാന തലങ്ങളിലും മറ്റു പല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ പതുക്കെ തുറന്നു വരുന്നു. വാക്സിനേഷൻ വന്നുകൊണ്ട് തന്നെ ആ ഒരു പേടി ജനങ്ങളിൽ നിന്ന് അകലുന്നു. പതുക്കെ ഓഫീസുകൾ തുറക്കാൻ ആരംഭിച്ചിരിക്കുന്നു, ബഡ്ജറ്റ് വരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ പേപ്പർ കൺസംഷൻ ചെറിയ രീതിയിലെങ്കിലും തിരിച്ചു വരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. കാരണം കോളേജ്, യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സ്കൂളുകളിലാണ് പ്രത്യേകിച്ചും റൈറ്റിംഗ് പ്രിൻറ്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ റൈറ്റിംഗ് കാറ്റഗറി എന്ന് പറയുന്ന കടലാസുകളുടെ ഉപയോഗം. ഈ പ്രധാന കമ്പനികളുടെ റവന്യൂ സോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സെഗ്മെൻറ്റ് ഓഫ് റവന്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റൈറ്റിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി, അതിൽ നിന്നാണ് മിക്കവാറും കമ്പനികളുടെ 25% മുതൽ 35% വരെ റവന്യൂ വരുന്നത്. അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബന്ദ് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നും കൺസംഷൻ, ഓഫീസ് സ്റ്റേഷനറികളും മറ്റുള്ള കാര്യങ്ങളും, ഓഫീസ് സ്റ്റോക്ക് കടലാസുകളും കാര്യങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മാറ്റം പേപ്പർ കമ്പനികളിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് നമുക്ക് ആ പേപ്പർ സ്റ്റോക്കുകൾ ചെറിയൊരു റാലി നമ്മൾ കണ്ടതാണ്. JK പേപ്പർ പോലുള്ള കമ്പനികളിലൊക്കെ നല്ലൊരു റാലി നമ്മളിന്ന് ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഈ പറയുന്ന അവസാന നിമിഷങ്ങളിൽ ഏകദേശം മാർക്കറ്റ് അവസാനിക്കാൻ 1 മണിക്കൂർ മുമ്പുള്ള സമയത്തുള്ള ഒരു നല്ല ബൈയിങ് കണ്ടതായിട്ട് കാണുന്നു. മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം അതിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പ്രത്യേകിച്ചും ബാങ്കുകൾ, കേരളത്തിൽ നിന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് അതുപോലെ തന്നെ കാത്തലിക് സിറിയൻ ബാങ്കുകൾ പോലുള്ള ബാങ്കുകളൊക്കെ നല്ല രീതിയിൽ ഈ പറയുന്ന ഗോൾഡ് ലോൺ ഗ്രോത്തും അഡ്വാൻസ് ഗ്രോത്തും ലോൺ ഗ്രോത്തും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ ഇതൊരു പ്രൈവറ്റ് ബാങ്കിങ് സെക്ടർ, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള കരൂർ വൈശ്യ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലുള്ള ബാങ്കുകളിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ബൈയിങ് നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. മറ്റ് കുറച്ച് പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ കാണുന്നത് ഒന്ന് PL തന്നെയാണ്. പിരമൽ എൻ്റർപ്രൈസസ് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയോടുകൂടി 1600 മുകളിലേക്കുള്ള ഒരു യാത്ര PL സാധ്യമാണ്. പക്ഷേ 1400 താഴെ മാത്രമാണ് സ്റ്റോക്കിലൊരു വീക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺകോറിലാണ് മറ്റൊരു പോസിറ്റീവ്നെസ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കോൺകോർ 350 താഴെ മാത്രമാണ് വീക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. 420 മുതൽ 425 വരെയുള്ള ശക്തമായിട്ടുള്ള മൂവ്. കോൺകോറിലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ന്യൂസ് കൂടി വരാനുണ്ട്. വളരെ മാർച്ചോടുകൂടി അത് ഫൈനലൈസ് ചെയ്യും. കോൺകോർ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമുക്കറിയാം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി ഉൾപ്പെടുന്ന സ്റ്റോക്കാണ്. അതിൽ ഇന്നൊരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എംപ്ലോയീസ്, അവിടുന്ന് വിരമിച്ചു പോയിരിക്കുന്ന പഴയ എംപ്ലോയീസ് കൂടി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ പങ്കാളികളാകുന്നു. അവർ കൂടി പൈസ കളക്ട് ചെയ്തുകൊണ്ട് കമ്പനിയെ വാങ്ങാൻ തയ്യാറാകുന്നു. ആ സ്റ്റോക്ക് ഗവൺമെൻറ് വിൽക്കുന്ന ഷെയറുകൾ വാങ്ങാൻ അവർ കൂടി തയ്യാറാവുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരികയുണ്ടായി. ഏകദേശം 400ഓളം എംപ്ലോയീസാണ് ഇതിനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ പറ്റിയത്.
അതുപോലെ തന്നെ LNT ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകളിലും ഈ മണപ്പുറം പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഈ ഒരു രീതിയിൽ മുന്നോട്ടുള്ള യാത്ര വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. അതുപോലെ തന്നെ BSE എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ മുന്നും പറഞ്ഞതാണ്. ഏകദേശം 700-750 വരെയുള്ള പോകാനുള്ള ചാൻസ് വീണ്ടും BSEയിൽ കാണുകയാണ്. വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് BSE എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ പറയുന്നത്. നാളെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് വാച്ച് ചെയ്യുക. ഇന്നത്തെ US മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് തീർച്ചയായിട്ടും വിലയിരുത്തിയിരിക്കണം. അതിനുശേഷം മാത്രമേ പൊസിഷൻസ് എടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഒരു ഡൗൺവേർഡ് റിസ്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 14,000 അല്ലെങ്കിൽ 14,000 ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 14,000 ഒരു സ്ട്രാറ്റജി, നമുക്കൊരു സ്വിംഗ് സ്ട്രാറ്റജി നമുക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 തരത്തിലുള്ള ഓപ്ഷൻസ് എടുത്തുകൊണ്ട് 14,000 ഓപ്ഷൻസ് വാങ്ങുക, 14,000 പുട്ട് ഓപ്ഷൻ വാങ്ങുകയും